മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച എച്ച് സലാം MLA. സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനലിസം പരാമർശത്തിന് മറുപടിയായാണ് എച്ച് സലാമിന്റെ പ്രതികരണം. എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അതിനെതിരെ പ്രവർത്തിക്കുന്നതും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് എച്ച് സലാം തിരിച്ചടിച്ചു. ആലപ്പുഴയിൽ CPIM വലിയ തിരിച്ചടി നേരിട്ടത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ്. സുധാകരനെ പരിഗണിച്ച പോലെ ഗൗരിയമ്മയെ പോലും പരിഗണിച്ചിട്ടില്ലെന്നും സലാം പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം പാലിക്കേണ്ട അച്ചടക്കം പാലിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ബാധകമാണ്, മറ്റ് നേതാക്കന്മാർക്കും എല്ലാം സ്വാഭാവികമായിട്ടും ബാധകമാണ്. ഒരു കാര്യം നമ്മളെല്ലാം ഉറപ്പിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്നു. ആ രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനലായിരിക്കും. അതാരും ചെയ്തുകൂടാ. ഒരു പാർട്ടി നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടായ ഒരു സമയം എന്ന് പറയുന്നത് ബഹുമാന്യായ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റ് മാസിന്റെ തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതം ഉണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. പക്ഷെ ആലപ്പുഴയിലെ പാർട്ടിക്കും പൊതുസമൂഹത്തിനും ഗൗരിയമ്മ പോകാൻ ഒരു മൂല കാരണം ആരാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടി പോയാൽ നമുക്ക് പലതും പറയേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും. അതിനുശേഷം ഗൗരിയമ്മ ഉണ്ടാക്കിയ പാർട്ടിയെ നന്നായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അന്ന് ഉണ്ടാക്കിയ ഒരു ആഘാതം ചെറുതായിരുന്നില്ല. ആ സന്ദർഭത്തേക്ക് അതിജീവിച്ചൊരു പാർട്ടിയാണ്. ഇപ്പോൾ ഉണ്ടായ ക്ഷീണവും സ്വാഭാവികമായിട്ടും പാർട്ടി ഗൗരവമായി പരിശോധിച്ച് തിരുത്താൻ ആവശ്യമായ കാര്യത്തിലേക്ക് പോകും. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ആലപ്പുഴയിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ്. സുധാകരനേക്കാൾ അത്ര പോലും ഗൗരിയമ്മയെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോകട്ടെ എന്ന് പറയാതെ പറയുകയാണ് എച്ച് സലാം. ജി സുധാകരൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എച്ച് സലാം അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന പ്രചാരണങ്ങൾക്കും ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ അമ്പലപ്പുഴ MLAയും ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി അംഗവുമായ എച്ച് സലാം നൽകിയിരിക്കുന്നത്. ഈ എച്ച് സലാം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. ആലപ്പുഴ ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ ജി സുധാകരനെ അവഗണിച്ചതായി പറയാൻ കഴിയില്ല. കാരണം ജി സുധാകരനോളം പരിഗണന കിട്ടിയ മറ്റൊരു നേതാവ് പാർട്ടിയിൽ ഇല്ല, ജില്ലയിലില്ല. KR ഗൗരിയമ്മ, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന KR ഗൗരിയമ്മയേക്കാൾ മേലെയാണ് ജി സുധാകരനെ പരിഗണിച്ചത് എന്നാണ് സലാം ചൂണ്ടിക്കാണിക്കുന്നത്. മൊത്തം 7 തവണ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു. 4 തവണ അദ്ദേഹം MLA ആയി, 2 തവണ മന്ത്രിയായി, പിന്നീട് അതിനു മുമ്പ് ജില്ലാ കൌൺസിൽ പ്രസിഡന്റായി 4 കൊല്ലം പ്രവർത്തിച്ചു. ആലപ്പുഴ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. ഇത്തരത്തിൽ ഏതാണ്ട് 35 കൊല്ലക്കാലത്തിനപ്പുറത്തേക്ക് നീണ്ട പാർലമെന്ററി രാഷ്ട്രീയ ജീവിത പശ്ചാത്തലമുണ്ട്. അതെല്ലാം ഈ പാർട്ടി നൽകിയതാണ് എന്നാണ് സലാം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരാൾ തന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായി ശരിയല്ല എന്നും സലാം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ആലപ്പുഴയിലെ CPM നേതൃത്വത്തിനെ ലക്ഷ്യം വെച്ച് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ആരോപണം സുധാകരൻ കഴിഞ്ഞ കുറെ നാളുകളായി ഉയർത്തുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷമാണ് ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആദ്യമായി ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അമ്പലപ്പുഴയിൽ അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചില്ല എന്ന തരത്തിൽ ചില മാധ്യമ വാർത്തകൾ വന്നപ്പോഴാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ ഇതിന് പിന്നിലെന്ന ആക്ഷേപം അന്ന് ഉന്നയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഈ ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇതാദ്യമായാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ജി സുധാകരന്റെ ആരോപണത്തിന് കൃത്യമായ മറുപടി വരുന്നത്. ആ മറുപടി അദ്ദേഹത്തിന്റെ ശിഷ്യനും ഉറ്റ അനുയായിയായ അമ്പലപ്പുഴ MLA എച്ച് സലാമിൽ നിന്ന് തന്നെ വരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അതിന് നിർവചനം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ നിർവചനം വരുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു ക്രിമിനലിസമാണ്. അങ്ങനെയെങ്കിൽ അത് ആര് ചെയ്താലും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് എന്ന പരാമർശമാണ് ഇപ്പോൾ എച്ച് സലാം നടത്തിയിരിക്കുന്നത്. അതായത് ജി സുധാകരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം സലാമിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയെ പുകഴ്ത്തി എന്ന വിധത്തിൽ ജി സുധാകരൻ നടത്തിയിട്ടുള്ള പ്രതികരണം, മോദി ശക്തനാണ് എന്നിട്ടുള്ള പരാമർശമാണ് ഇതിപ്പോൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുക്കേണ്ട വേദിയിൽ അവരെത്തിയില്ല എന്ന് പറഞ്ഞ് സുധാകരൻ പിണങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പാർട്ടിയെ പ്രകോപിപ്പിക്കുമ്പോൾ ഈ വിധത്തിൽ തുറന്ന ഒരു പരാമർശം നടത്തുന്നതിന് എച്ച് സലാമിന് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് വിലയിരുത്താനാവുക?
ബിനിൽ, ഇത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല. നിരന്തരം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി നേടിയ എല്ലാ പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും നേടിയെടുത്ത ശേഷം അദ്ദേഹത്തിന് പാർട്ടി പദവികളിൽ നിന്ന് ഒരു ഇറക്കമുണ്ടായപ്പോൾ അതിനെ പാർട്ടിക്കെതിരെയും പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ രംഗത്ത് വരുന്നതിലുള്ള അമർഷവും അതിനുള്ള പ്രതിഷേധവുമാണ് എച്ച് സലാമിന്റെ പ്രതികരണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ധൈര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നിരന്തരം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്ന ആരോപണത്തിന് പുറമെ പാർട്ടി നേതാക്കന്മാരുടെ മറ്റും ഇതിലും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതും പാർട്ടി ഈ നേതാക്കന്മാരുടെ ചെവികളിൽ എത്തുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഒരു ഭരണാധികാരിയാണ് എന്നാണ് അഭിമുഖങ്ങളിലൊക്കെ ഇപ്പോൾ ജി സുധാകരൻ പറയുന്നത്. ശക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശക്തിയുള്ള ഒരാളാണ് എന്ന നിലയ്ക്കാണ്, മറിച്ച് അദ്ദേഹം നല്ല ഭരണാധികാരിയാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് സുധാകരൻ പിന്നീട് നടത്തിയ വിശദീകരണം. ശക്തിയും നല്ലതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഭാഷ വ്യത്യാസം അറിയാത്ത മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ തനിക്കെതിരെ വാർത്തകൾ നൽകുന്നത്. അക്ഷരമറിയാത്ത അല്ലെങ്കിൽ ഭാഷ അറിയാത്ത ആളുകൾ, ഈ കള്ളം പറയുന്ന ആളുകൾ ഈ പണി നിർത്തി പൊയ്ക്കോളണം എന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ നരേന്ദ്രമോദിയെ അടക്കം പ്രശംസിക്കുന്ന ഒരു പ്രതികരണം വന്നതിനെ പറ്റിയും സലാം ഇപ്പോൾ നൽകിയ പ്രതികരണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും അതിനെ വ്യാഖ്യാനിക്കാനും വലിയ സാധാരണയിൽ കവിഞ്ഞ അറിവുള്ള ആളാണ് ജി സുധാകരൻ. സലാം അടക്കമുള്ള നേതാക്കന്മാരുടെ ഗുരുനാഥനാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സലാം മറ്റു പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നത്. അതായത് ഈ സാധാരണയിൽ കവിഞ്ഞ ശേഷിയുള്ള വിശകലന ശേഷിയുള്ള ജി സുധാകരന്റെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകില്ല, മറിച്ച് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് തിരുത്തിയിട്ടുണ്ട്, അത്രയും സന്തോഷം എന്നാണ് ഈ മോദി അനുകൂല പ്രതികരണത്തെ പറ്റിയുള്ള എസ് സലാമിന്റെ പ്രതികരണം. ശ്രീത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ശക്തമായ വിഭാഗീയത ഉണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള പുറത്ത് പലതവണ വന്നിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ CPIM-ലെ വിഭാഗീയതയുടെ ഭാഗമായി കൂടി ഇതിനെ നമുക്ക് വിലയിരുത്താനാവുമോ? ഏത് തരത്തിലാണ് CPM-ലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ ഇതിനെ നമുക്ക് വിലയിരുത്താനാവുക? ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ട് എന്ന കാര്യം അവിതർക്കിതമായ കാര്യമാണ്. എന്നാൽ ജി സുധാകരൻ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരായ പ്രതികരണങ്ങളെ പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവണതകളുടെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുകയോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്നാൽ ജി സുധാകരൻ കഴിഞ്ഞ കുറെ കാലമായി നിരന്തരം പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങൾ നടത്തുകയാണ്. ഇത്തരം ഏകപക്ഷീയമായ പരാമർശങ്ങൾ തുടരുന്നതിനുള്ള അതൃപ്തി പാർട്ടി നേതൃത്വത്തിൽ പരക്കെയുണ്ട്. അത് വിഭാഗീയമായ ചേരിതിരിവുകൾക്ക് അപ്പുറത്തെ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും അത്തരം ഒരു അമർഷമുണ്ട്. കാരണം പാർട്ടിയുടെ പദവികളെല്ലാം പരമാവധി നേടിയെടുത്ത ശേഷം ജി സുധാകരൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? മാത്രമല്ല, ഏതാണ്ട് KR ഗൗരിയമ്മയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു പരിഗണന ലഭിച്ച നേതാവാണ് ജില്ലയിൽ ജി സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം 4 തവണ മത്സരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് തന്നെ 3 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. കായംകുളത്ത് നിന്ന് 96 മത്സരിച്ച് MLA ആയി. പിന്നീട് കായംകുളത്ത് 1 തവണ കൂടി മത്സരിച്ചു, അന്ന് പരാജയപ്പെട്ടെങ്കിലും അങ്ങനെ അദ്ദേഹത്തിന് മൊത്തം 7 തവണ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം നൽകി. അപ്പോൾ 35 കൊല്ലക്കാലം അദ്ദേഹത്തിന് ഇത്തരത്തിൽ അവസരം നൽകിയിട്ടും ഈ അവസരങ്ങളെല്ലാം ലഭിച്ചിട്ടും പിന്നീടും അവഗണിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി നേതൃത്വത്തെ സംശയം നിലനിർത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്നത് അമർഷമാണ് ഇപ്പോൾ ഇതിലൂടെ എച്ച് സലാമിന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.